ഒരു അമ്പലത്തിലോ ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലോ പാടിയിരുന്ന ഒരു ഭക്തിഗാനമല്ലായിരുന്നു വന്ദേ മാതരം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉത്തേജകമായിട്ട് നമ്മുടെ നാട്ടിനോടുള്ള സ്നേഹം എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാനമായിരുന്നു വന്ദേ മാതരം. അന്നിത് പാടാൻ പലർക്കും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത് പാടുമ്പോൾ പലർക്കും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ അടി വാങ്ങിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ഇന്ന് അത് പാടാൻ ചിലർക്ക് മടി അല്ലേ? ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഇത് BJPയുടെ പാട്ടാണ്, ഇത് RSSന്റെ പാട്ടാണെന്നൊക്കെ. ഒന്ന് നോക്കുക, ഇത് എപ്പോഴാണ് ഈ സോങ് ഉണ്ടാക്കിയത്, എപ്പോഴാണ് അതിനുശേഷം BJP ഉണ്ടായത്, എപ്പോഴാണ് RSS ഉണ്ടായത് എന്നുള്ള ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് പറയാം ഇത് BJPയുടെ സോങ് ആണോ അല്ലെങ്കിൽ RSSന്റെ ആണോ എന്ന്. പിന്നെ ചിലർ പറയുന്നത് കേട്ടു ഇതിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ദൈവങ്ങളുടെ പേര് പറയുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ചിലർക്ക് പാടാൻ മടി എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ദിവസവും നാമം ജപിക്കുന്ന പോലെ വീട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും ആരും പറയുന്നില്ലല്ലോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു 5 മിനിറ്റ് ഇത് പാടാനോ ഇത് കേൾക്കാനോ പലർക്കും ബുദ്ധിമുട്ട് അല്ലേ? അല്ല, എനിക്കൊരു സംശയം, എവിടെ പോയി നമ്മളുടെ സോ കോൾഡ് സെക്യുലർ മൈൻഡ് സെറ്റ്? ഇപ്പൊന്നും സെക്യുലറിസം ബാധിക്കുന്നില്ല ആർക്കും. അതെന്താ, വൺ വേ ആണോ സെക്യുലറിസം? ഇങ്ങോട്ട് സെക്യുലറിസം അക്സെപ്റ്റബിൾ അല്ലേ? ഈവൻ ദോ ഇത് ഗോഡസിന്റെ പേരാണ് പറയുന്നത് എങ്കിലും നമ്മുടെ മദർലാൻഡിനെ, നമ്മുടെ മാതൃദേശത്തെ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരു വരികളാണ് അതിലുള്ളത്. അതിനെയാണ് ഇത്രയും പ്രശ്നം അല്ലേ? ഇതിപ്പോൾ ഈശ്വര അല്ലാ തേരെ നാം എന്ന് പറയുന്ന പോലെ എല്ലാം സമമാണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ എന്താ അത്രയും ബുദ്ധിമുട്ട്? എന്നാലും ഈ ഗോഡസിൻ്റെ നെയിംസ് എൻ്റെ വായ കൊണ്ട് പറയില്ല അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കില്ല എന്ന് പറയുന്നവർക്ക് വന്ദേ മാതരമാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗം, ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി, ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം. ഇതാണ് ഇന്ത്യ എന്ന് കാണിക്കുന്ന ഒരു ഗാനമാണ്, ഒരു പാട്രിയോട്ടിക് സോങ് ആണ് വന്ദേ മാതരം. അങ്ങനെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, അത്രയ്ക്കും നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സോങ്, ഒരു പാട്രിയോട്ടിക് സോങ് പാടുമ്പോൾ കണ്ണും കൈ കൊണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത് നിർത്ത്, മതി മതി, ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുക? നമ്മുടെ ഒരു ലീഡറായിട്ട് നമുക്ക് എങ്ങനെ അവരെ കാണാൻ പറ്റുക? ആ ഒരു ഗാനത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ? എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും? എല്ലാവർക്കല്ല, ചിലർക്ക്. ഇതിനാണോ ആയിരക്കണക്കിന് ആൾക്കാർ ജീവൻ ബലിദാനം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തന്നത്? ഇതിനാണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.